യെസ്, മലബാറിൽ നിന്നും വീശുന്ന കാറ്റ് ആരുടെ ഭാവി നിർണ്ണയിക്കും. ആ രീതിയിൽ മലബാറിലെ വോട്ടിംഗ് നില, പൊതുവെ മലബാറിലെ ജില്ലകൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു അതാണ് കുട്ടൻ പറഞ്ഞത്. ഇടവേളയ്ക്ക് ശേഷം സമ്പൂർണ്ണ ചിത്രം, കേരളത്തിൻ്റെ പൊതുചിത്രം ഈ നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ഏകദേശം 6 മണിക്കൂറുകൾ, പകുതി സമയം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും കേരളം ഈ ഘട്ടം വരെയും കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് പറയാനുള്ളത്? 40% പിന്നിട്ടിരിക്കുന്നു. അതാണ് ഈ നിമിഷത്തിൽ പ്രേക്ഷകരെ അറിയിക്കാനുള്ള കാര്യം. ഇത് തന്നെയാണ്, കേരളത്തിൽ പോളിംഗ് ശതമാനം 40% പിന്നിട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ വെറും 6 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. അതിനകം തന്നെ എന്തായാലും ഒരു ഇടവേള അനിവാര്യമായി വന്നിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. യെസ്, 40% പിന്നിട്ടിരിക്കുന്നു. 40%, അതാണ് ഏറ്റവും പുതിയ ചിത്രം. സംസ്ഥാനത്തെ പൊതുചിത്രം. 40% വോട്ടർമാർ പ്രതികരിച്ചിരിക്കുന്നു, വിധിയെഴുത്തിനോട് സഹകരിച്ചിരിക്കുന്നു, സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരമാണ്. ഒരുപക്ഷെ 40% എന്നത് നല്ല കണക്ക് തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം സാധാരണഗതിയിൽ വോട്ടിംഗ് ശതമാനം കൂടാനുള്ള സാധ്യത ഗ്രാമീണ മേഖലകളിലും ഒക്കെയും കൂടാനുള്ള പതിവ് രീതി അത് തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാവുകയെങ്കിൽ കഴിഞ്ഞ തവണത്തെ 75% എന്നതിനപ്പുറത്തേക്ക് വോട്ടിംഗ് പോകും. ഒരു മുന്നണിക്കും, എല്ലാ മുന്നണിക്കും ഒരുപക്ഷെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ഇനി അടുത്തതായി നമുക്ക് പോകേണ്ടത് കൊല്ലത്തെ ചിത്രം. 11 മണ്ഡലങ്ങൾ ഏകദേശം ഉള്ള ജില്ല. മാത്രവുമല്ല, താരപ്രഭ കൊണ്ട് 2 മണ്ഡലങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഒന്നോ രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്ന വാശിയോടുകൂടി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതേസമയം കോൺഗ്രസിന് തന്നെ തിരിച്ചടി ആകുന്ന തരത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമൊക്കെയും പ്രകടമായ ഒരു ജില്ല കൂടിയാണ് കൊല്ലം ജില്ല. മാത്രമല്ല, മലയോര മേഖലകൾ ഉണ്ട്. അവിടെയൊക്കെയുള്ള ചലനങ്ങൾ ഏത് രീതിയിലാണെന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ചിത്രം. പ്രജേഷ്, കൊല്ലം ജില്ലയുടെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്നും ചുവപ്പൻ കോട്ടയായി കൊല്ലം ജില്ല നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഒരു MLA ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഒരു കോൺഗ്രസിൻ്റെ MLA ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ പെടാപ്പാടിലാണ് കോൺഗ്രസ്. അതേസമയം ഇവിടെ ഇടതുമുന്നണിക്ക് നിലവിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതായത് 11 മണ്ഡലത്തിൽ ഒരെണ്ണം മാത്രമാണ് ഇടതുമുന്നണിക്ക് നഷ്ടമായിരുന്നത്. അത് ഉൾപ്പെടെ 11 മണ്ഡലവും തിരിച്ചു പിടിക്കാനുള്ള ശക്തിയും വീറും വാശിയോടുകൂടിയുള്ള പോരാട്ടം തന്നെയാണ് ഇടതുമുന്നണി കാഴ്ചവെച്ചത്. അതേസമയം ഈ മുകേഷ്, അതുപോലെ ഗണേഷ് കുമാർ എന്നീ 2 താര സ്ഥാനാർത്ഥികൾ ചിത്രത്തിൽ വന്നതോടെ, കൊല്ലം ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വന്നതോടെ ഇതൊരു വല്ലാത്ത നിലയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, അതുപോലെ വലിയ തോതിലുള്ള ഒരു പരസ്യമായി അത് മാറുകയും ഏറെ വീറും വാശിയും നിറഞ്ഞ കൊല്ലം ജില്ലയുടെ ഒരു ചിത്രം അതാണ് രാജ്കുമാർ നൽകിയത്. എന്തായാലും വ്യക്തമായ ഒരു ചിത്രം ആകുന്നതേ ഉള്ളൂ. ഏതാണ്ട് 40%-ലെത്തിയിരിക്കുന്നു ഈ ഒരു നിമിഷം കേരളം. എന്തായാലും ഈ വാർത്തയിലേക്കൊക്കെ തിരികെ എത്താം. എന്തായാലും കേരളം വിധി എഴുതി 6 മണിക്കൂറോട് അടുക്കുമ്പോൾ 40% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഭരണ തുടർച്ച ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. പ്രദേശത്തു നിന്നും ജില്ല തോറും താലൂക്ക് തോറും സംസ്ഥാന തരംഗം വൻ വിജയം കരസ്ഥമാക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം കാണുന്നുണ്ട് രാവിലെ തന്നെ. എന്താണ്? അതെല്ലാം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അത് ആ നിലയിൽ തന്നെ ഉണ്ടാകും. ഉമ്മൻചാണ്ടി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഭരണം തുടർച്ചയുണ്ടാകുമെന്നാണ്. അതിലെ വെറും വിഡ്ഢിത്തരം പറയുന്നു, അത് കൂടെ പറയുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ, ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. വിവാദങ്ങളിൽ തോറ്റതിന് ശേഷം കോടതിയിൽ പോയി, കോടതിയും തോറ്റു. പിന്നെ അന്തസ്സുള്ള ആളുകൾക്ക് അധികാരത്തിൽ തുടരാൻ കഴിയില്ല. എന്നിട്ടും തുടരുന്ന വിദ്വാനാണ് അദ്ദേഹം. ഇനി നെല്ലറയുടെ നാട്ടിലെ മനസ്സ്, പ്രതികരണം, വോട്ടർമാരുടെ പ്രതികരണം ഏത് രീതിയിലെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 12 ജില്ലകൾ ഏകദേശം പ്രദാനം ചെയ്യപ്പെടുന്ന മേഖലയാണ് UDF-നും LDF-നും. അതേസമയം BJP-ക്ക് BDGS-BJP ഫാക്ടർ ഒരുപക്ഷെ ഒരു ഡിസൈഡിംഗ് ഫാക്ടറായിട്ട് നിലനിൽക്കുന്ന മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അലക്സ് ചേരുന്നു തത്സമയം. അലക്സ്,
12 മണ്ഡലങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ? മലമ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദനാണ് എൻ്റെ പിന്നിലൂടെ വരുന്നത്. അദ്ദേഹം മലമ്പുഴയിലെ തൻ്റെ ബൂത്തുകൾ സന്ദർശിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മുതൽ തൻ്റെ വസതിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മലമ്പുഴയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ബൂത്തുകൾ അദ്ദേഹം സന്ദർശിക്കുകയാണ്. അദ്ദേഹം ആദ്യം കല്ലേപ്പള്ളി PAMM UP സ്കൂളിലാണ് അദ്ദേഹം ആദ്യം സന്ദർശനം നടത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു ഇടതുപക്ഷത്തിന് ചരിത്ര വിജയമാണ് ഇടതുപക്ഷം നേടാൻ പോകുന്നത്. അതോടൊപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം എന്നുള്ളത് ഉമ്മൻചാണ്ടി വിഡ്ഢിത്തരം വിളമ്പുന്നതാണ് എന്നടക്കമുള്ള പ്രസ്താവനകൾ പ്രതിപക്ഷ നേതാവ് അവിടെയാണ് ഉന്നയിച്ചത്. അതിനുശേഷം മറ്റു ചില ബൂത്തുകളിലൂടെ സന്ദർശനത്തിന് ശേഷമാണ് VS മുട്ടിക്കുളങ്ങരയിലെ 40, 41, 42 എന്ന 3 ബൂത്തുകളിലേക്ക് എത്തുന്നത്. രാവിലെ മുതൽ തന്നെ ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ബൂത്ത് കേന്ദ്രങ്ങളിൽ നിരവധി ജനങ്ങൾ വോട്ട് ചെയ്യാനായി രാവിലെ മുതൽ എത്തിയിരുന്നു. കാലാവസ്ഥ ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് പാലക്കാട് ജില്ലയിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. രാവിലെ തന്നെ അത്തരത്തിലേക്ക് മഴയെത്തി. ആ മഴയും അവഗണിച്ചുകൊണ്ടാണ് സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ രാവിലെ പാലക്കാടിൻ്റെ വ്യത്യസ്തമായ ബൂത്തുകളിലേക്ക് എത്തുന്നത്. പാലക്കാട് വോട്ട് ചെയ്യാൻ ക്യൂവിലാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. VS ഈ 40, 41, 42 ബൂത്തുകളിലേക്ക് സന്ദർശനം നടത്തുന്നു. സ്ത്രീകളടക്കമുള്ളവർ VSനെ കാണുന്നു. ഒട്ടനവധി ജനങ്ങൾ ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ തടിച്ചുകൂടിയിട്ടുണ്ട്. മലമ്പുഴയിൽ 7 സ്ഥാനാർത്ഥികൾ മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മലമ്പുഴയിലെ അതായത് വോട്ട് ശതമാനം 75.2%. ഇത്തവണ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് മലമ്പുഴ മണ്ഡലത്തിലാണ്. ഏതാണ്ട് 2,02,405 വോട്ടുകൾ ഇവിടെയുണ്ട്. അത്തരത്തിലേക്കൊരു വലിയ പ്രചരണം കഴിഞ്ഞ തവണ 23,000 വോട്ടുകൾക്ക് പുറത്താണ് കോൺഗ്രസിൻ്റെ ലതിക സുഭാഷിനെ VS പരാജയപ്പെടുത്തിയത്. ഇത്തവണ കോൺഗ്രസിൻ്റെ VS ജോയ്, അതുപോലെ BJPയുടെ C കൃഷ്ണകുമാർ തുടങ്ങിയവർ മലമ്പുഴയിൽ VSനെ എതിരിടുന്നുണ്ടെങ്കിലും LDF കേന്ദ്രങ്ങളടക്കം പ്രതീക്ഷിക്കുന്നത് VSൻ്റെ ഭൂരിപക്ഷം എത്രമേൽ വർദ്ധിക്കും എന്ന് തന്നെയാണ്. ഈ സന്ദർശനത്തിന് ശേഷം VS ആലപ്പുഴയിലാണ് VSന് വോട്ട്. VSൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ, തൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ VS അല്പസമയത്തിനകം മലമ്പുഴയിൽ നിന്ന് പാലക്കാട് നിന്ന് ആലപ്പുഴയിലേക്ക് തിരിക്കും. പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കുകയായിരുന്നു VS അച്യുതാനന്ദൻ. പകുതി സമയം പിന്നിടുമ്പോൾ ഏകദേശം 40% കേരള ജനത വിധിയെഴുത്തിനോട് പ്രതികരിച്ചിരിക്കുന്നു. 40% പേരാണ് ഇതുവരെയും വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത പോളിംഗ് നടന്ന വടക്കൻ മേഖലകൾ, ഉത്തര മേഖലയിൽ കനത്ത പോളിംഗ് തന്നെ പ്രവചനാതീതമായി തന്നെ മുന്നോട്ട് പോകുന്നു. മധ്യ കേരളം ആദ്യത്തെ ഒരു മന്ദഗതിക്കും അപ്പുറത്തേക്ക് ചടുലമായ രീതിയിൽ ചടുലത നിലനിർത്തുന്നു. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ പല ഡിസൈഡിംഗ് ഫാക്ടേഴ്സും അടിയൊഴുക്കുകളൊക്കെയും നിലനിൽക്കുന്ന ജില്ലകളിൽ പോലും നല്ല വോട്ടിംഗ് ശതമാനം ഉണ്ട്. അതിൽ തെക്കൻ ജില്ല ഒരു പക്ഷേ നമ്മൾ മുഖവിലേക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ 5 മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പത്തനംതിട്ട ജില്ല. സ്വാഭാവികമായും അവിടെ LDF കഴിഞ്ഞ തവണ മേൽക്കൈ നേടിയ ജില്ലയാണ്. ഇത്തവണ പിടിച്ചെടുത്ത അടൂർ മണ്ഡലം ഉൾപ്പെടെ പിടിച്ചെടുക്കും, തിരിച്ചു പിടിക്കും എന്ന വ്യക്തമായ നിലയിൽ പ്രചരണ രംഗത്ത് സജീവമായ UDF. അതേസമയം ഈ ഘടകങ്ങളൊക്കെ അപ്പുറത്തേക്ക് വ്യക്തമായ നിലയിൽ ഡിസൈഡിംഗ് ഫാക്ടറായി അവിടെയൊക്കെയും BDJസിൻ്റെയും ഒപ്പം BJPയുടെ വ്യക്തമായ സ്വാധീനം പ്രകടമാക്കുന്നു. എന്തായാലും പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ ബിജേഷ് തത്സമയം ചേരുന്നു. ബിജേഷ്, പത്തനംതിട്ട ആദ്യം പ്രകടിപ്പിച്ച ആ ഒരു വോട്ടിങ്ങിനോടുള്ള ചടുലമായ ഒരു പ്രതികരണം, അതിനപ്പുറത്തേക്ക് ഈ നിമിഷം ഒരു പകുതിയോളം എന്തായാലും പിന്നിട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വ്യക്തമായ ഒരു ചിത്രം നൽകിയാൽ. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഏകദേശം 37% ആയിരിക്കുന്നു പോളിംഗ് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ 68% ഉണ്ടായിരുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ കൃത്യമായ ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ അത് 68-ൽ നിന്ന് ഉയർത്താൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ഉള്ളത്. എന്തായാലും കനത്ത പോളിംഗ് ഇന്ന് രാവിലെ മുതൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് 5 മണിക്കൂർ 5.5 മണിക്കൂർ ആയിരിക്കുന്നു. 5.5 മണിക്കൂർ കഴിയുമ്പോഴും ഇപ്പോൾ പല ബൂത്തുകളിലും നീണ്ട വരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവല്ലയിലും അതോടൊപ്പം തന്നെ റാന്നിയിലും കനത്ത പോളിംഗ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ആറന്മുളയിലും കോന്നിയിലും അടൂരിലും നേരത്തെ ഉണ്ടായിരുന്ന പോളിംഗ് അതുപോലെ തന്നെ തുടരുന്നുണ്ട്. എന്തായാലും അടൂരിലാണ് ഇപ്പോൾ ഏറ്റവും കൂടിയ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 38% എത്തിയിരിക്കുന്നു അടൂരിലെ പോളിംഗ്. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള ആറന്മുളയിൽ കനത്ത പോളിംഗ് തുടരുന്നുണ്ട്. എന്തായാലും ആറന്മുള മണ്ഡലത്തിലേക്ക് കനത്ത പോരാട്ടം തന്നെയായിരുന്നു ഇത്തവണത്തെ
രാഷ്ട്രീയ ഭൂപടത്തിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു ഇടം. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോളിംഗും ഏറെ ശ്രദ്ധേയമാണ്. ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജും ശിവദാസൻ നായരും MT രമേശും പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരരംഗത്തുണ്ട്. ശക്തമായിട്ട് തന്നെ അവർ പ്രചരണ രംഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആറന്മുള വിമാനത്താവളവും ശുദ്ധജലവും ഒക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോന്നി ആണെങ്കിൽ നമുക്കറിയാം 100 കിലോമീറ്റർ ചുറ്റളവിൽ വരെ വോട്ടർമാരുള്ള ഒരു നീണ്ട മണ്ഡലമാണ് കോന്നി. അവിടെയും വലിയ ഒരു വികസനത്തിൻ്റെ വായ്ത്താരിയുമായിട്ട് അടൂർ പ്രകാശ് കടന്നു വന്നിരിക്കുന്നു. അതിനെ തടയിടാൻ വേണ്ടി സനൽകുമാറും എത്തിയിരിക്കുന്നു. BJPയും കൃത്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ മത്സരം തന്നെ അവിടെയും നടക്കുന്നു. ഏതായാലും പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10 ലക്ഷത്തിൽ പരം വോട്ടർമാർ കൃത്യമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട്. ഒരു 70% കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതൊരു കനത്ത പോളിംഗ് എന്ന് തന്നെ നമുക്ക് രേഖപ്പെടുത്തേണ്ടി വരും. 10 ലക്ഷത്തിൽ 1,20,000 പരം വോട്ടർമാരുള്ളത് ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. ആറന്മുള നിയോജക മണ്ഡലം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം എന്നുകൂടി എടുത്ു പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ആറന്മുള നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനവും ഏറെ ശ്രദ്ധേയമായിരിക്കും എന്ന കാര്യം നമുക്ക് എടുത്തു പറയാം. കാരണം കഴിഞ്ഞ തവണ 68% ആയിരുന്നു ആറന്മുള നിയോജക മണ്ഡലത്തിലെ പോളിംഗ്. കഴിഞ്ഞ തവണ 70% കൂടുതൽ ആകെ 2 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു, കോന്നിയിലും അടൂരുമായിരുന്നു. ഇത്തവണയും അടൂരിൽ കനത്ത പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഏകദേശം 38% അധികം പോളിംഗ് അടൂരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ആറന്മുള തന്നെയായിരിക്കും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധേയകേന്ദ്രമായിരിക്കുക. രാവിലെ ചെറിയ തോതിൽ മഴ ഉണ്ടായിരുന്നെങ്കിലും മഴയൊക്കെ മാറി. ഇപ്പോൾ കാർമേഘത്തിൻ്റെ ശല്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇപ്പോൾ വോട്ടർമാർ എല്ലാം തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. വലിയ നിര നമുക്ക് പല ബൂത്തുകളിൽ നിന്നും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുമുണ്ട്. എന്തായാലും കേരളത്തിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും വലിയ ഒരു പോളിംഗ് ശതമാനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്നും പറയാൻ സാധിക്കും. വളരെ വ്യക്തമായ ഒരു ചിത്രം തന്നെയാണ് വിജേഷ് നൽകിയത്. എന്തായാലും ഏറ്റവും പുതിയ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് കേരളം 42% ഇതുവരെ ഏതാണ്ട് ജനവിധി തുടങ്ങി 6 മണിക്കൂറിലോ പിന്നിടുകയാണ്. ഇപ്പോൾ 42% പിന്നിട്ടിരിക്കുന്നു. കാരണം കേരളം നല്ല രീതിയിൽ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം നല്ല പോളിംഗ് രേഖപ്പെടുത്താനുള്ള ഒരു ഘട്ടം കൂടി അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തെ 75 ഭേദിച്ചുകൊണ്ട് ഒരു നല്ല ഒരു മികച്ച ഒരു പോളിംഗിലേക്ക് 80% ഒക്കെ പിന്നിട്ട് കഴിഞ്ഞാൽ എല്ലാ കക്ഷികൾക്കും മുന്നണികൾക്കും അവകാശവാദങ്ങൾ നിലനിർത്തി പോകാവുന്ന ഒരു ഘട്ടമായിരിക്കും. 19-ാം തീയതി വരെ എന്തായാലും അന്തിമ ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഘട്ടം നിർണയിച്ചുകൊണ്ടുള്ള പോളിംഗിലേക്കും പോകുമെന്നാണ് കരുതുന്നത്. നമസ്കാരം. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ദിനമാണ് ഇന്ന്. ഉച്ചവരെ മികച്ച പോളിംഗ് ആണ് മിക്ക കേന്ദ്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഉൾപ്പെടെ നൽകുന്ന വിവരം. വാർത്തകളിലേക്ക് പോകാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. മിക്ക കേന്ദ്രങ്ങളിലും കനത്ത പോളിംഗ് ആണ് രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഈ സമയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 45% പോളിംഗ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉൾപ്പെടെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. സോമി, തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെയാണെങ്കിൽ തന്നെ പോളിംഗിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം തന്നെ ഉണ്ടായിരുന്നു. പല ജില്ലകളിലും കാലാവസ്ഥ വളരെ പ്രതികൂലമായ അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുന്ന വളരെ ആവേശത്തോടു കൂടി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കേരളത്തിന്റെ പോളിംഗ് നില എന്ന് പറയുന്നത് ഇപ്പോൾ 44% ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നത്. അതെ, അതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് മലബാർ മേഖലയിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ മുന്നേറ്റമുണ്ട്. നമുക്ക് മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ ആദ്യം മനസ്സിലാക്കാം. കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. സണ്ണി, പൊതുവെ എങ്ങനെയാണ് മലബാർ മേഖലയിൽ ആകെ പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ട് എന്നാണ് ഉച്ചവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ മലബാർ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ പോളിംഗ് നില എങ്ങനെയാണ്? സണ്ണിയുമായി ബന്ധപ്പെടുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതിലേക്ക് എന്തായാലും വരാം. നേരത്തെ സോമി സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാർ മേഖലയിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ എല്ലാ മേഖലകളെ കൂടി പരിശോധിക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലാണെന്ന് തോന്നുന്നു അല്പം പിന്നോട്ട് നിൽക്കുന്നത് പോളിംഗ്
പെർസെൻറ്റേജിൽ. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഇനി 6 മണി വരെയാണ് പോളിംഗ് നീണ്ടു നിൽക്കുക. ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ നോക്കേണ്ടതുണ്ട്. ഇതിനു മുൻപ് രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ പല ജില്ലകളിലും മഴ പ്രതികൂലമായ അവസ്ഥ സൃഷ്ടിച്ചിരുന്നു. എങ്കിലും പ്രതികൂലമായ കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഓരോ മണ്ഡലത്തിലെയും പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റം ആദ്യ മണിക്കൂറുകളിൽ പോളിംഗിൽ കാണാനും സാധിച്ചിരുന്നു. അതെ, മലബാർ മേഖലയിലേക്ക് തന്നെ വരുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളമാണ്. വയനാട് തുടക്ക മണിക്കൂറുകളിൽ ആദ്യ മണിക്കൂറുകളിൽ കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തപ്പെട്ട ജില്ലയാണെങ്കിൽ ഇപ്പോൾ 50% പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 50% പിന്നിട്ട ഏക ജില്ലയും വയനാടാണ്. വയനാടിന്റെ ഈ സാഹചര്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതിനായി അനൂപ് കെ ആർ നമ്മോടൊപ്പം ചേരുകയാണ്. സോമി, അനൂപ്, രാവിലെ നമ്മൾ സംസാരിച്ചതായിരുന്നു, വളരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട്. ഇപ്പോൾ ഉച്ച 1 മണി കഴിയുമ്പോൾ ഏകദേശം 50% എത്തി നിൽക്കുകയാണ് വയനാടിന്റെ പോളിംഗ് ശതമാനം. എങ്ങനെയാണ് ഈ പോളിംഗിനെ വിലയിരുത്തേണ്ടത്? സോമി, വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും 6 ലക്ഷത്തോളം വോട്ടർമാരുള്ള അനൂപ് കേൾക്കാൻ പറയൂ. ശക്തമായ മത്സരമാണ്. അനൂപിലേക്ക് തിരിച്ചെത്താമെന്ന് തോന്നുന്നു. വയനാടിന്റെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുകയാണെങ്കിൽ 3 മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിൽ ഉള്ളത്. മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി എന്നിങ്ങനെ 3 മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ജില്ല കൂടിയാണ് വയനാട്. രാവിലെ മുതലുള്ള പോളിംഗ് നില പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പിന്നോട്ട് നിന്ന ഒരു ജില്ല കൂടിയായിരുന്നു വയനാട്. എന്നാൽ 1 മണിക്ക് ശേഷം ഇപ്പോൾ അനൂപ് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അനൂപ് പറയൂ. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലുമായി ആകെ 6 ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത്. 470 ബൂത്തുകളിലായി വോട്ട് ചില സാങ്കേതിക തകരാറുകളുണ്ട്. വയനാട് മേഖലയിൽ നിന്നുള്ള, വയനാട് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളാണ് അനൂപ് നൽകാനിരുന്നത്. എന്തായാലും വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 50% പോളിംഗ് ഉച്ചയോടുകൂടി 1 മണി പിന്നിടുന്നതോടുകൂടി രേഖപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും തെക്കൻ ജില്ലകളിൽ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ഇപ്പോഴും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. വടക്കൻ 48% ഇപ്പോൾ തെക്കൻ മേഖലകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. സ്വാമി, തീർച്ചയായിട്ടും ഈ കണക്കുകളെ കുറിച്ചുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. രാവിലെ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ആദ്യ മണിക്കൂറുകളിൽ തെക്കൻ കേരളം കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു മറ്റു റീജിയനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ ഉച്ചയോടെടുക്കുമ്പോൾ വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തെക്കൻ കേരളത്തിന് സാധിച്ചിട്ടില്ല. മറ്റു റീജിയനുകളെ നോക്കുമ്പോൾ അല്പം പിന്നിൽ തന്നെയാണ് തെക്കൻ കേരളം ഇപ്പോഴും ഉള്ളത്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ശക്തമായ പോളിംഗ് നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് രാവിലെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാലും ഈ പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് വോട്ടർമാരെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള ഉദ്യമത്തോടു കൂടിയാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തിയത്. ഇനി ഉച്ചയ്ക്ക് ശേഷം വലിയ ഒരു തിരക്കുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും കനത്ത പോളിംഗ് ആണ് എല്ലാ കേന്ദ്രങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ രേഖപ്പെടുത്തപ്പെട്ട 75% കവയ്ക്കുന്ന പോളിംഗ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇത്തവണത്തെ പോളിംഗ് എന്നാണ് നിലവിൽ ഈ 1 മണി വരെ വന്ന പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകളിൽ നിന്ന് നമ്മൾക്ക് അനുമാനിക്കേണ്ടി വരിക. സോമി, തീർച്ചയായിട്ടും ഈ വിവരങ്ങളിലേക്കൊക്കെ വളരെ വേഗം തന്നെ പോകേണ്ടതുണ്ട്. നമുക്ക് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടി കിട്ടേണ്ടതിരിക്കുന്നു. PCR-ൽ നിന്ന് ഉടൻ തന്നെ നമുക്ക് സമഗ്രമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഘട്ടത്തിൽ അല്പം ഉയർന്ന പോളിംഗ് ഉണ്ടായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ. രാവിലെ ഒരു വോട്ടിംഗ് ആരംഭിച്ച 7 മണി മുതൽ 8 മണി വരെ. പിന്നീട് അല്പം മന്ദഗതിയിലാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം നഗരത്തിൽ 4 പ്രധാന മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം ആദ്യഘട്ടത്തിൽ പോളിംഗ് കുറവായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സോമിക്ക് ഈ പോളിംഗ് ശതമാനത്തിന്റെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പറയാൻ കഴിയുമോ? നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പോൾ
നമ്മൾ സ്ക്രീനിൽ ആലപ്പുഴ ജില്ലയിൽ 40.5%, അതുപോലെ തന്നെ വയനാട് ജില്ല 50% പിന്നിട്ടു. കേരളമാകെ 44% പോളിംഗ് ആണ് 1 മണിവരെയുള്ള കണക്കനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാസർഗോഡ് പോളിംഗ് ശതമാനം 48%. കണ്ണൂരിൽ 49% പോളിംഗ് രേഖപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും വയനാട് 50% പോളിംഗ് രേഖപ്പെടുത്തി പോളിംഗിൻ്റെ ശതമാനത്തിൽ മുന്നിൽ നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കോഴിക്കോടും 47.5% പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. സോമി, ഏതായാലും കേരളം ഇപ്പോൾ 44% പോളിംഗ് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നൽകുന്ന കണക്കുകളാണ്. സോമി, വിവരങ്ങൾ നൽകാനായി നമ്മളുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ആദ്യം KG ദിനകർ തിരുവനന്തപുരത്ത് നിന്നും. ദിനകർ, കേരളത്തിന്റെ ഒരു സമഗ്ര ചിത്രം എങ്ങനെയാണ്? ഒപ്പം തിരുവനന്തപുരം ജില്ലയുടെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൂടി. സൂര്യരാജ്, 44% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് ഒട്ടാകെ കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഒരു പക്ഷേ അതിലും ഉയർന്നിട്ടുണ്ടാവാം. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമാണ് 44%. അത് ഒരു പക്ഷേ അതിൽ നിന്ന് ഒരു ശതമാനമോ 2% ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. എങ്കിൽ പോലും 44% പേരാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം ജില്ല എടുത്ത് പരിശോധിച്ചാൽ 39% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ ആരംഭിച്ച പോളിംഗ് ഇപ്പോഴും അനുസ്യൂതം തുടരുകയാണ്. മിക്ക ബൂത്തുകളിലും കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പോളിംഗ് ബൂത്തുകളിൽ വലിയ തോതിൽ തിരക്ക് കാണുന്നുണ്ട്. കാരണം കാലാവസ്ഥ രാവിലെ അനുകൂലമായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമോ എന്നുള്ള ആശങ്കയാണ് ജനങ്ങളെ പോളിംഗ് ബൂത്തുകളിലേക്ക് പരമാവധി വോട്ടർമാർ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഉച്ചയോടുകൂടി അത് 44%-ലേക്ക് എത്തി നിൽക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കനത്ത പോളിംഗിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നേരത്തെ 5 മണി വരെയായിരുന്നു വോട്ടിംഗ് നടന്നിരുന്നതെങ്കിൽ ഇത്തവണ അത് 6 മണിയാക്കി 1 മണിക്കൂർ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 6 മണിക്ക് പോളിംഗ് ബൂത്തിലെത്തുന്ന ക്യൂവിലെത്തുന്ന ഓരോരുത്തർക്കും സ്ലിപ്പ് കൊടുത്തുകൊണ്ടായിരിക്കും വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുക. പൊതുവെ സമാധാനപരമായി തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഒരിടത്തൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി മാറ്റിവെച്ചതൊഴിച്ചാൽ പോളിംഗ് ഇപ്പോഴും സുഗമമായി തന്നെ നടക്കുകയാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നല്ല കനത്ത പോളിംഗ് തന്നെയാണ് നടക്കുന്നത്. തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ത്രീ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 1,30,000-ഓളം പേർ പുതിയ വോട്ടർമാർ തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടാകെയുണ്ട്. ഇതും ഫലത്തെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പുതിയ വോട്ടർമാരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതും ഫലത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. കാരണം സ്ത്രീകൾ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ്. എന്തായാലും കനത്ത പോളിംഗ് തന്നെ നടക്കുന്നു. ശരി, KG ദിനകറാണ് തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് ശതമാനത്തിന്റെ വിവരങ്ങൾ നൽകിയത്. രാവിലെ മുതൽ തന്നെ പ്രമുഖ നേതാക്കളും സാംസ്കാരിക കലാ രംഗത്തെ പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അവരുടെ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട്. ആദ്യം കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളാണ്. LDF വൻ വിജയം നേടുമെന്ന ആത്മവിശ്വാസമാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രകടിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ UDFന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുന്ന ഒരു ജനവിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. വർഗീയതക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഒരു ശക്തമായ വിധിയെടുത്തായിരിക്കും. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത UDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സ്ത്രീകളുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി അലയടിച്ചുയരാൻ പോവുകയാണ്. BJPക്കും എതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും മറ്റ് ജില്ലകളിലേക്ക് കൂടി നമുക്ക് പോളിംഗ് ശതമാനവുമായി പോകേണ്ടതുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയുടെ സമഗ്ര വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 40% പോളിംഗ് ആണ് എറണാകുളം ജില്ലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ രാവിലെ പറഞ്ഞാൽ മഴ ഒരു പ്രതികൂല അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെ പോളിംഗ് ശതമാനത്തിലും കുറവുണ്ടായിരുന്നു. ഇപ്പോൾ 40% എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ മണിക്കൂറിൽ പോളിംഗ് നിലയെ പരിശോധിക്കേണ്ടത്?
സോമി, പോളിംഗ് ശതമാനം കുറയാൻ ഒരു കാരണം കനത്ത മഴ തന്നെയാണ്. എറണാകുളം നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും കനത്ത മഴ ഏതാണ്ട് രാവിലെ 2 മണിക്കൂറോളം പെയ്യുകയുണ്ടായി. ആ സമയത്താണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്. എന്നാൽ പിന്നീട് പോളിംഗ് ശതമാനം സാധാരണ നിലയിലേക്ക് എത്തുകയും വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തുകളിൽ എത്തുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം, എറണാകുളം നഗരത്തിലും തൊട്ടടുത്ത കൊച്ചി നിയമസഭാ മണ്ഡലത്തിലും ഉള്ള പോളിംഗ് ശതമാനമാണ്. കേവലം 29% മാത്രമാണ് 12 മണി വരെ ഉള്ള പോളിംഗ് ശതമാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാൽ ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം തുടങ്ങിയ ഇടങ്ങളിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ 46.5 മൂവാറ്റുപുഴയിൽ 12 മണി വരെ നമുക്ക് ലഭിക്കുന്ന വിവരം. 1 മണിയായപ്പോൾ ഏതാണ്ട് 50 പിന്നിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഈ കിഴക്കൻ മേഖലയിൽ കനത്ത പോളിംഗിന് കാരണം ആ മേഖലയിലുണ്ടായ കടുത്ത മത്സരം തന്നെയാണ്. ഈ മേഖലകളിലൊക്കെ കടുത്ത പോരാട്ടമാണ് രണ്ട് മുന്നണികളും തമ്മിൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരമാണ് നടന്നത്. അത്യന്തം വാശിയേറിയതായിരുന്നു അവിടുത്തെ മത്സരരംഗം. അതുകൊണ്ടുകൂടിയാവണം ഈ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും ഈ കിഴക്കൻ മേഖലയിലെ വോട്ടർമാർ വലിയ തോതിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗര സ്വഭാവമുള്ള മണ്ഡലങ്ങളിൽ, എറണാകുളം, കൊച്ചി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇപ്പോഴും കാര്യമായി വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സവിശേഷമായ സാഹചര്യം. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന പോളിംഗിലേക്ക് ഇത് എത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല. കഴിഞ്ഞ 2011 77.63 ആയിരുന്നു. 2006 71.67 എറണാകുളം ജില്ലയിലെ പൊതു ശരാശരി പോളിംഗ്. 77% പോൾ ചെയ്തപ്പോൾ LDFന് കേവലം 3 മണ്ഡലങ്ങൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ അതിന് 5 വർഷം മുമ്പ് 2006 71% വോട്ട് എറണാകുളം ജില്ലയിൽ പോൾ ചെയ്തപ്പോൾ 10 സീറ്റുകൾ LDFന് ലഭിക്കുകയും ചെയ്തു. അതായത് ഏതെങ്കിലും തരത്തിൽ പോളിംഗ് ശതമാനവും വിജയാപജയങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാനാവില്ല. എങ്കിലും ഒരു തരത്തിൽ മധ്യവർഗ വോട്ടർമാർ നിസ്സംഗതയോടെ വോട്ടിങ്ങിനോട് പ്രതികരിക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം കൊണ്ട് നഗരത്തിലെങ്കിലും അനുമാനിക്കാൻ. പക്ഷേ അതല്ല കിഴക്കൻ മേഖലയിലെ, മലയോര മേഖലയിലെയൊക്കെ സ്ഥിതി. അവിടെ വലിയ തോതിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന സ്ഥിതി തന്നെയാണുള്ളത്. രാവിലെ പെയ്ത മഴയ്ക്ക് ശമനമുണ്ട്. ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, സാലി മുഹമ്മദ്, വ്യക്തമായ ഒരു സൂചനയാണ് മധ്യ കേരളത്തിലെ പ്രധാന ജില്ലകളിലൊന്നായ എറണാകുളത്ത് നിന്നും. ഒപ്പം തന്നെ 2011 77.65 എന്ന പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ സംശയം ഉണ്ട് എന്ന തരത്തിലും സാലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതുകൂടി കൂട്ടി വായിക്കേണ്ടതാണ്. സോമി, നമുക്ക് സുധീരന്റെ വാക്കുകളിലേക്ക് കൂടി പോകാം. സുധീരനും വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. UDF മുന്നേറ്റം ഉണ്ടാക്കും എന്ന പ്രതികരണമാണ് വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം നടത്തിയത്. ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ആവേശവും ഉത്സാഹവും. UDFനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളുടെ അഭിമാനകരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ വീണ്ടും കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആർജവത്തോടെ ഒരു മാതൃകാ സംസ്ഥാനമായി പരിപൂർണമായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ആ പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ UDFൻ്റെ ഈ നയങ്ങൾക്ക് ഒപ്പം നിൽക്കും. കനത്ത പോളിംഗ് തന്നെ മിക്ക കേന്ദ്രങ്ങളിലും ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉച്ചയോടുകൂടി 45% പോളിംഗ് പിന്നിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ മണിക്കൂറിലെയും ഓരോ നിമിഷത്തെയും സമഗ്രമായ വിവരങ്ങൾ നൽകാൻ പീപ്പിൾ TV സർവ്വസജ്ജമാണ്. പ്രേക്ഷകർ പീപ്പിൾ TVയോടൊപ്പം തന്നെ നിൽക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വിധി ആര്, അടുത്ത ഭരണം ആർക്കാണ് എന്ന് നിർണ്ണയിക്കുന്ന വിധി നിർണയ ദിനമാണ് ഇന്ന്. പോളിംഗ് എല്ലാ കേന്ദ്രങ്ങളിലും ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വിവിധ ബ്യൂറോകളിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. മലപ്പുറം ജില്ലയിലെ വിവരങ്ങളുമായി ജിതിൻ ചേരുന്നുണ്ട്. സോമി, ജിതിൻ, മലപ്പുറത്തിന്റെ ഒരു പോളിംഗ് ശതമാനം എങ്ങനെയാണ്? ഒപ്പം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്?
സ്വാമി, വോട്ടെടുപ്പ് ദിനത്തിന്റെ പാതി ദിനം പിന്നിടുമ്പോൾ പോളിംഗും പാതിയിലെത്തിയിരിക്കുന്നു എന്ന മലപ്പുറത്തെ അവസ്ഥയിൽ പറയാൻ 50% അടുത്തേക്ക് ജില്ലയുടെ പോളിംഗ് ശതമാനം എത്തുകയാണ്. 47% നിലവിൽ പൂർത്തിയായിരിക്കുന്നു. 1 മണിയുടെ പൂർണ്ണമായ കണക്കുകൾ കൂടി, പൂർണ്ണമായ ചിത്രം കൂടി നമുക്ക് ലഭിച്ചാൽ 50% തന്നെ പോളിംഗ് ശതമാനം, ജില്ലയിലെ പോളിംഗ് ശതമാനം എത്തും എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. ഇതുവരെയും ജില്ലയിൽ എല്ലായിടങ്ങളിലും അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വലിയ കനത്ത പോളിംഗ് ആണ് എല്ലാ ഇടങ്ങളിലും ഉണ്ടായത്. ഗ്രാമീണ മേഖലയിലും തീരദേശ മേഖലയിലും മലയോര മേഖലയിലെല്ലാം തന്നെ രാവിലെ കനത്ത പോളിംഗ് ആയിരുന്നു. ഈ സമയത്ത് ഉച്ചയോടുകൂടിയാണ് പോളിംഗ് ശതമാനത്തിൽ അല്ലെങ്കിൽ പോളിംഗ് കേന്ദ്രങ്ങളിലെ ക്യൂവിൽ നേരിയ കുറവെങ്കിലും ഉണ്ടായത് ഉച്ചയോടുകൂടിയാണ്. ഉച്ചവരെയും മികച്ച പോളിംഗ് തന്നെയാണ് എല്ലായിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അനുകൂല കാലാവസ്ഥ മുതലാക്കിക്കൊണ്ട് കൂടുതൽ പേർ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്തി എന്ന് വേണം അനുമാനിക്കാൻ. ഒപ്പം തന്നെ ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ നടക്കുന്ന ശക്തമായ പോരാട്ടത്തിന്റെ പ്രതിഫലനം ഈ പോളിംഗ് ശതമാനത്തിലും ഉണ്ടായി എന്ന് വേണം കരുതാൻ. നിലമ്പൂർ, തിരൂർ, താനൂർ, പെരിന്തൽമണ്ണ, മങ്കട തുടങ്ങിയ 5 മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. ലീഗിന്റെ കോട്ടകളിൽ വിള്ളൽ വീഴുമോ എന്നാണ് ഈ പോരാട്ടങ്ങളിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം ശക്തമായ പോളിംഗ് തന്നെയാണ് ഈ ആദ്യ പാതി ദിനം പിന്നിടുമ്പോൾ ഉണ്ടാവുന്നത്. വരും മണിക്കൂറുകളിൽ വൈകുന്നേരത്തോടു കൂടിയും മികച്ച പോളിംഗ് ഉണ്ടാകുമെന്ന് ശരി, ജിതിൻ ചന്ദ്രനാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.